ഇപ്പോൾ ഡബ്ലിൻ മല്ലുവിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വലിയൊരു സ്വാഗതം കേട്ടോ. ഇന്നൊരു കുഴപ്പമില്ലാത്തൊരു ദിവസമാണ്, രാവിലത്തെ ഒരു ദിവസം. അപ്പം കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഞാൻ ജോണിൻ്റെ കൂടെ നമ്മുടെ അടുത്തുള്ള ബേ സൈഡിൽ ഒരു ആൽഡി ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഈ ബേ സൈഡിലുള്ള ആൽഡിയിൽ പോയിട്ടില്ല, കാരണം അവിടെ സാധാരണ ഉള്ള ആൽഡിയിൽ നിന്ന് വെച്ചിട്ട് കുറച്ചും കൂടെ വലിയൊരു ആൽഡിയാണ്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൽഡി, തൊട്ടടുത്ത് തന്നെയാണ്, ഒത്തിരി ദൂരമൊന്നുമില്ല. ഒരു 2 വളവ് തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ എത്തി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. ഒത്തിരി ഒന്നുമില്ല, വളരെ കുറച്ചായിട്ട് ഉള്ളൂ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. സ്ഥലം ഒന്ന് കണ്ട് കേട്ട് പോരാന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ആൽഡിയിലാണ് കേട്ടോ നമ്മുടെ ജോണിൻ്റെ മോളൊക്കെ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന സ്ഥലം. നമ്മുടെ സാധാ ഷോപ്പിംഗ്, അടുക്കള ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ മറ്റുള്ള ടെസ്കോനെ വെച്ച് നോക്കുമ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഷോപ്പിംഗ് സെൻറ്റർ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ റേറ്റ് കുറഞ്ഞ ഒരു പ്ലേസാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ പോകാൻ വിചാരിച്ചത്. ഞാനൊന്ന് പോയി എല്ലാം കണ്ടിട്ട് പോരാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഉള്ള രഹിനി വില്ലേജിൽ നിന്ന് എടുത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള വഴിയാണ് ഇവിടെ. ഇത് കടലിൻ്റെ തീരത്തോടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. വളരെ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ കുറച്ചൊരു സണ്ണി ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാം പോയി സാധനങ്ങളൊക്കെ കുറച്ച് മേടിച്ചിട്ട്, അത്യാവശ്യം സാധനങ്ങളാണ് മേടിച്ചിട്ട് പോകുന്നു. ഇവരെല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ച കണ്ടാണ് ഇവർ പോകുന്നത്. അപ്പോൾ ആ കൂടെ നമുക്ക് പോകാമല്ലോ. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് എത്താറായി കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു, ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സണ്ണി ആയിരുന്നു മോർണിംഗിൽ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് സാധനം മേടിച്ചോളൂ. എല്ലാം മേടിച്ച് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ച ശേഷം ഒരു കുക്കിംഗ് ചെയ്യണമെന്നൊരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കാം. കുറേ സാധനങ്ങളൊക്കെ എടുത്ത് പറക്കി വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ട് മേടിച്ചുകൊണ്ട് വന്ന അത്യാവശ്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്ന ഒരു ഭാഗമാണ്. എല്ലാ കാര്യങ്ങളൊന്നും എടുത്ത് പറക്കി വയ്ക്കാനുള്ള ഒരു തിരക്കാണ്. അപ്പോൾ പോയെന്ന് വഴിക്ക് സംബന്ധിച്ച് കുറച്ച് ടോയ്ലറ്റ് പേപ്പറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടി വീണു ആ സ്റ്റെയർ കേസിൽ. അപ്പോൾ അതാണ് ഞാൻ എടുക്കാൻ നോക്കുന്നത്. അതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ചതിന് ശേഷം ബാലൻസ് കുക്കിങ്ങിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. ചൂടൊരു മാതിരി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിന്ന് ഇട്ടുകൊണ്ട് പോയ ബ്ലാക്ക് ടീഷർട്ട് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടോയ്ലറ്റ് എല്ലാ കൂട്ടവും എടുത്ത് ടോയ്ലറ്റ് പേപ്പറെല്ലാം കൊണ്ടുവന്ന് വെച്ചു. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ഈ കുറച്ച് അവിടെ ഉണ്ടാവും താഴെ അടുക്കളയിലൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ആ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് അത്യാവശ്യം ബാലൻസ് ഉണ്ടാകുന്ന സാധനങ്ങൾ എടുത്തോണ്ട് വന്ന് പറയുന്നത്. ചെറുതായിട്ട് ജലദോഷം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് താഴെ അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ കുറച്ച് എടുത്ത് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ചാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പാല് മേടിക്കണ്ടായിരുന്നു, മേടിച്ചുകൊണ്ട് എടുക്കണമായിരുന്നു. പിന്നെ അത്യാവശ്യം 1-2 സാധനങ്ങളുണ്ടായിരുന്നു മേടിക്കുന്നത്. അതെല്ലാം അടുക്കളയിൽ കൊണ്ടുവന്ന് എടുത്ത് വെച്ചു. അപ്പോൾ നമുക്ക് ഇനി ബാലൻസുള്ള ഷോപ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള നമുക്ക് കുക്കിംഗ് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വിധത്തിലാണ്. ഷോപ്പിംഗ് അല്ല, കുക്കിംഗ് പറഞ്ഞാൽ മാറിപ്പോയി.
അപ്പം ഇന്ന് ചെറിയൊരു കുക്കിങ്ങിന്റെ വീഡിയോ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. അപ്പം ഇന്ന് ചെയ്യാൻ പോണ വേറൊന്നുമല്ല, നമ്മുടെ നല്ല നാടൻ പോർക്ക് കറിയും അതുപോലെ തന്നെ നമ്മുടെ നാടൻ കള്ളപ്പം ഉണ്ടാക്കാനായിട്ട് പോകണം. അപ്പം അതിന്റെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഞാൻ ആദ്യം തന്നെ മീറ്റ് കാര്യങ്ങളെല്ലാം ജസ്റ്റ് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കണ്ടിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് നമുക്ക് എല്ലാം ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം. കറിവേപ്പില കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇപ്പം കടയിൽ പോയിട്ട് നമ്മുടെ ഷോപ്പിൽ പോയിട്ട് മേടിച്ച് നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പം കുറച്ച് ദിവസങ്ങളൊക്കെ ആയി നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണം. ഇതാണ് എല്ലാവരും എൻജോയ് ചെയ്യുന്നത് കരുതാണ് കേട്ടോ. അപ്പൊ ഞാനിപ്പം കടയിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഇവിടുത്തെ ഈ യങ്സ്റ്റേഴ്സ്, ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഈ അയർലൻഡിലെ കുറെ കൂട്ടറുകളുണ്ട്. പ്രത്യേകിച്ച് ഈ എന്താ പറയാ, ഈ യങ് ആയിട്ടുള്ള ആളുകൾക്ക് കണക്ക് കൊടുക്കുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ നടന്നെങ്കിൽ വരുമായിരുന്നു മീൻസ് ഷോപ്പിൽ പോയതിനു ശേഷം. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു പിള്ളേരെ ഉപയോഗിക്കണേ നമ്മുടെ ഈ തോക്ക് പോലുള്ള സാധനങ്ങളെ വെള്ളം നിറച്ചിട്ടുള്ള. അപ്പൊ ഞാനിതൊന്നും കണ്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു പോയത്. ഇന്ന് ചെറിയൊരു കുക്കിങ്ങിന്റെ വീഡിയോ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. അപ്പൊ ഇന്ന് ചെയ്യാൻ പോണ വേറൊന്നുമല്ല, നമ്മുടെ നല്ല നാടൻ പോർക്ക് കറിയും അതുപോലെ തന്നെ നമ്മുടെ നാടൻ കള്ളപ്പം ഉണ്ടാക്കാനായിട്ട് പോകണം. അപ്പം അതിന്റെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഞാൻ ആദ്യം തന്നെ മീറ്റ് കാര്യങ്ങളെല്ലാം ജസ്റ്റ് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കണ്ടിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് നമുക്ക് എല്ലാം ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം. കറിവേപ്പില കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇപ്പം കടയിൽ പോയിട്ട് നമ്മുടെ ഷോപ്പിൽ പോയിട്ട് മേടിച്ച് നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പം കുറച്ച് ദിവസങ്ങളൊക്കെ ആയി നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണം. ഇതാണ് എല്ലാവരും എൻജോയ് ചെയ്യുന്നത് കരുതാണ് കേട്ടോ. അപ്പൊ ഞാനിപ്പം കടയിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഇവിടുത്തെ ഈ യങ്സ്റ്റേഴ്സ്, ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഈ അയർലൻഡിലെ കുറെ കൂട്ടറുകളുണ്ട്. പ്രത്യേകിച്ച് ഈ എന്താ പറയാ, ഈ യങ് ആയിട്ടുള്ള ആളുകൾക്ക് കണക്ക് കൊടുക്കുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ നടന്നെങ്കിൽ വരുമായിരുന്നു മീൻസ് ഷോപ്പിൽ പോയതിനു ശേഷം. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു പിള്ളേരെ ഉപയോഗിക്കണേ നമ്മുടെ ഈ തോക്ക് പോലുള്ള സാധനങ്ങളെ വെള്ളം നിറച്ചിട്ടുള്ളത്. അപ്പൊ ഞാനിതൊന്നും കണ്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു പോയിരുന്നു. ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുവായിരുന്നു. അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചെന്നുള്ളൂ. ഞാനൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് നമ്മുടെ തൊട്ടിപ്പുറയായിട്ട്. അപ്പം അവിടെ നിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ വീടിന്റെ ഭാഗത്തേക്ക് കിടക്കാൻ പറ്റും. അപ്പൊ ഞാൻ അവിടെ അത് കിടക്കാൻ വേണ്ടി നിന്ന സമയത്താണ് മേത്തേക്ക് ഫുള്ള് വെള്ളം ഇങ്ങനെ ചീറ്റി. അപ്പം ചീറ്റിന്ന് ഒത്തിരി വെള്ളമല്ല, പക്ഷെ എങ്കിൽ കൂടി ഇങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ ചീറ്റി. മുഖത്തൊന്നും തെറ്റിയില്ല, ജസ്റ്റ് മേത്തേക്ക്. അപ്പൊ നോക്കുമ്പം കൈ വലിക്കുന്നുണ്ട് കാറിനകത്തേക്ക് മറ്റേ തോക്ക് പോലുള്ള സാധനം പിടിച്ചോണ്ട്. അപ്പൊ നമ്മള് അതൊരു ഫണ്ണായിട്ട് ഞാൻ കണ്ടോളൂ. ബട്ട് എങ്കിൽ കൂടിയും എല്ലാവർക്കും അത് ഫണ്ണാവണമെന്ന് തോന്നുന്നില്ല. പക്ഷെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഓരോരുത്തർക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ നമുക്ക് അങ്ങനെ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ അബദ്ധമാവും. അപ്പൊ ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 12 വയസ്സുള്ള 18 വയസ്സുള്ള പിള്ളേരൊക്കെ എല്ലാം കണക്കും. ഒരുപോലെ നാറുകളെ സത്യം പറഞ്ഞു ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിന്നാണ് സത്യം നേരിടുന്നത്. ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ്, ഞാൻ ഓസ്ട്രേലിയയിൽ 8 വർഷം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ഇതുപോലെ ഇത്ര നാളായി. പക്ഷെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പറയാനാണ് കേട്ടോ. ശരിക്കും അതിനെ കുറിച്ച് അറിയാനല്ല, പക്ഷെ നമുക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് പറയാന്ന് വിചാരിച്ചു. അങ്ങനെ പലർക്കും അങ്ങനെ പല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും. ശരിക്കും അങ്ങനെ ഇതൊരു എക്സ്പീരിയൻസ് ഉണ്ടായില്ല. അതൊരു ഫണ്ണായിട്ട് എടുത്തോളൂ. ബട്ട് എപ്പോഴും നമുക്ക് ഫണ്ണായിട്ട് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിലേക്ക് പോകാതെ കളിക്കുമ്പോഴോ ആരെങ്കിലായിട്ട് കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യത്തിലാണ്. ഇവിടുത്തെ യങ്സ്റ്റേഴ്സിന്റെ ഒരു പ്രത്യേകതയാണ് ആക്ച്വലി. നമ്മളെ കാണുമ്പോൾ പ്രത്യേക ഒരു ചോദിച്ചാണ് അവർക്ക്. ചെറുതായിട്ട് ബ്ലാക്ക് സ്കിൻ ആയിട്ടുള്ള ആളുകൾ കാണുമ്പോഴും അല്ലെങ്കിൽ ഇന്റർനാഷണൽസിനെ കാണുമ്പോഴും അവർക്ക് ഭയങ്കര ചോദിച്ചാണ്. എന്നാ ചെയ്യാൻ പറ്റും? എന്തായാലും ഞാൻ അടുത്ത് വല്ല ആണെങ്കിൽ ചില കല്ലിൽ എടുത്തെടുത്തായിരുന്നു. പക്ഷെ വണ്ടി അവര് ആരെ പോകുന്നതല്ലേ, അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റുന്നു. നമ്മുടെ കാര്യങ്ങൾ നോക്കണ്ടേ. അപ്പൊ എന്തായാലും അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത് പോയ സമയത്ത് നല്ലൊരു ബാഡ് എക്സ്പീരിയൻസ്. ഇറച്ചി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു കഷ്ണമായിട്ട് കട്ട് ചെയ്ത് ഞാൻ പോർക്കിന്റെ ഫില്ലറ്റ്സ് ആണ് മേടിച്ചേക്കുന്നത്. നല്ല അടിപൊളി കഷ്ണങ്ങളാണ് കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി കണ്ടിച്ച് എടുത്തിട്ട് വേണം. നല്ല മസാലയൊക്കെ ഇട്ട് നല്ല കേരള സ്റ്റൈൽ വെക്കാൻ വെച്ചിട്ടാണ്. കുക്കറുള്ളതുകൊണ്ട് വേവ് കാര്യങ്ങളൊന്നും ഒത്തിരി ഇല്ല. പെട്ടെന്ന് നമുക്ക് ഉപയോഗിച്ചെടുക്കാവുന്നതാണ്. സാധാരണ ഞാൻ ഈ ഇറച്ചി മേടിക്കുമ്പോൾ ഫില്ലറ്റ്സ് മേടിക്കാം. അപ്പം നമ്മൾ പോർക്ക് നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് ഡൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് കണ്ടിച്ചേക്കണേ. നല്ല അടിപൊളി ഫില്ലറ്റിൻ്റെ കഷ്ണമാണ് കേട്ടോ. അതുപോലെ തന്നെ തക്കാളി കറിവേപ്പിലൊക്കെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് 2-3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം സവാള നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് അതും കൂടെ നേരിട്ടെടുത്തിട്ട് കുക്കിംഗ് തുടങ്ങണം കേട്ടോ.
അപ്പോൾ ഒരു 3 സവോളയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. 3 സവോള, ഒരു ഇടത്തരം 3 സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കഷ്ണമായിട്ടൊന്നും എടുക്കുന്നത്. അതുകൊണ്ട് 2 തക്കാളിയും കൂടെ വേണം. ഇന്ന് വലിയ സുഖമില്ലാത്തൊരു കാലാവസ്ഥ, ചൂടും ഉണ്ടെന്നാൽ മൂടി കിടക്കുന്നത്. തക്കാളി കണ്ടിട്ടുണ്ട്. നമുക്ക് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കണമെങ്കിൽ എണ്ണ ഇവിടെ ഇല്ല. കുക്കിങ്ങുള്ള സമയത്ത് കടുക്, സൺഫ്ലവറിന്റെ വില വെജിറ്റബിൾ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ. നമുക്ക് അതൊരു സ്പെഷ്യൽ തവിയാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിയേ ക്രൊക്കഡൈലിന്റെ ഒരു ഡിസൈനൊക്കെ ഉള്ള സൈസ് തവിയാണ്. സെറ്റപ്പാണ്. ഇത് ഞാൻ ഏതൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അവിടെ നമുക്ക് വഴിക്കുന്നത് ലവറൊക്കെ വെച്ച് മൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കടുകിട്ട് അതെല്ലാം ചേരിച്ച് എല്ലായിടത്തും ആവത്തില്ല കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. ഞാനെന്താ വെച്ച് കൊടുക്കാറുണ്ട്. കടുക് പൊട്ടി വന്നിട്ട് സവോള ഇട്ട് കൊടുക്കാം. രണ്ട് വലിയ സവോള അല്ല, 3 സവോള എടുത്തിട്ടുണ്ട്. ഒരെണ്ണം വലുതാണ്, 10 ചേർത്തതാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇച്ചിരി ഇന്ന് ഇന്ത്യൻ കടയിൽ പോയിട്ട് പിടിക്കുന്ന കറിവേപ്പില കേട്ടോ. എന്തൊക്കെ വിലയാണ് എന്നാലും വേണ്ടില്ല. കറിവേപ്പില എന്ന് പറയുന്ന ബീഫും പുറത്തൊക്കെ ഉണ്ടാക്കും. അത്യാവശ്യം കുറച്ച് കൊടുക്കണം. വലിയ അതാണ് കേട്ടോ. പിന്നെ നല്ല അടിപൊളി നാടൻ കറിവേപ്പിലയാണ്. എൻ്റെ മണം കേട്ട പിന്നെ അറിയാം. അടിപൊളി ഉപ്പിട്ടോ കേട്ടോ. അതാണ് പെട്ടെന്ന് ഈ സമയത്ത് നമുക്ക് വെച്ച് തേങ്ങയുടെ എണ്ണ കൂടെ ചേർക്കാം. ഫുള്ള് തേങ്ങയുടെ ചേർക്കുന്നത് നമ്മുടെ താഴ്ച ഇരിക്കില്ല. അതുകൊണ്ട് വെജിറ്റബിൾ ഓയിലും അതിനൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നാട്ടിൽ കറി വയ്ക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ സർവ്വ സാധനം വഴറ്റി. ഇപ്പം അങ്ങനെ വഴറ്റാൻ നമുക്ക് ഇവിടെ സാഹചര്യങ്ങളില്ല. കാരണം ഇവിടുത്തെ പരിചയമില്ല. അപ്പം ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഇട്ട് വഴറ്റുന്നില്ല. അത്യാവശ്യം നമുക്ക് വേണ്ട സാധനം എല്ലാം കൂടെ. ഇനി നമുക്കൊരു ഇച്ചിരി ഈ സമയത്ത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് പ്രിയയുടെ നമ്മുടെ നാട്ടിലത്തെയാണ് ഗാർലിക് പേസ്റ്റാണ്. ഇതിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ €6 ആണ്. ഏകദേശം €600 600 ഇന്ത്യൻ റുപ്പീസ്. ഒരു ചെറിയൊരു കുഞ്ഞ് ഇത് ചില്ലുകുപ്പി. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടിരുന്നു കേട്ടോ. നമ്മൾ ഗാർലിക് പേസ്റ്റ് കൊടുത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഈ സമയത്ത് നമുക്കൊരു ഇച്ചിരി മിക്സഡ് സ്പൈസ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പൂവും അതുപോലെ തന്നെ ഇച്ചിരി എന്താ പറയുക വലിയ ജീരകവും കസ്കസും ഒക്കെ ഇട്ട് കൊടുക്കാം. കൂടെ വഴറ്റി
അപ്പോൾ അതിനകത്തേക്ക് നമുക്കൊരു 3 തക്കാളി, ഒരു ഇടത്തരം 3 തക്കാളി കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാം. കണ്ടോ മതിയും തോന്നുന്നു. ഏകദേശമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇച്ചിരി തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്നൊരു സെറ്റപ്പായി വന്നിട്ടുണ്ട്. ചേർന്ന് വന്നിട്ട് നമുക്ക് ഇന്ന സമയത്ത് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. സമയം എടുക്കുന്നതായിട്ട് 4 കൊടുക്കാം. കുറേ ദിവസമായിരുന്നു അന്ന്. കഴിഞ്ഞ ദിവസം മറ്റേ ബീഫിൻ്റെ കറി ഉണ്ടാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കി നടന്നില്ല. അപ്പം നമുക്ക് നാളെ ജോലിയുണ്ട്. 2 ദിവസത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ പരിപ്പ് ചാറുണ്ടാക്കി, പിന്നെ പരിപ്പ് ചാറും ഞാൻ ഉണ്ടാക്കി. പരിപ്പ് ചാറ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അച്ചാറ് ഇരിപ്പുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീറ്റ് മസാലയാണ് മെയിനായിട്ട് ചേർക്കുന്നത്. മീറ്റ് മസാലയും മല്ലിപ്പൊടിയും, അത്യാവശ്യം ചെറിയതായിട്ട് മീറ്റ് മസാല, ഒത്തിരി ഇടുന്നില്ല. പിന്നെ മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു ഇച്ചിരി ഓണപ്പൊടി, മഞ്ഞൾ. ഇത് സാധാരണ കൂട്ടുന്നത് അത്യാവശ്യം ഉണ്ടാക്കിയിട്ട് ഭയങ്കര ഇത് പറഞ്ഞു. മുളക് പൊടി കുറച്ച് അത്യാവശ്യം മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മുടെ ഗ്രേവി കാര്യമെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോർക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിലേക്ക് 2 കിലോ ഉണ്ട് ഏകദേശം. ഇത് കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കഴുകിയെല്ലാം വെച്ചേക്കാണ്. ഇതിനകത്ത് തിരുമിയിട്ടൊന്നുമില്ല കേട്ടോ. കാരണം ഇതിനകത്തുള്ള ആ ഒരു ഇത് വെച്ച് നമുക്ക് തിരുമലും കാര്യങ്ങൾ നടത്തിയിട്ടില്ല. സാധാരണ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു തിരുമി വെക്കില്ല. അങ്ങനെ തിരുമി വെച്ചിട്ടില്ല. ഇനി നമുക്ക് ഇതിന് മേളിലേക്ക് നമ്മുടെ ഗ്രേവി വെച്ച് കൊടുക്കാം. ഗ്രേവി ഇഷ്ടം പോലെ ഉണ്ട്. അത്യാവശ്യം നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേവാനുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ഒഴിക്കണ്ട, കാരണം ഇച്ചിരി പെരളനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവർക്ക് കറിയെന്ന് പറഞ്ഞാലും വെള്ളം കുറച്ച് ഒഴിക്കുന്നുള്ളൂ. ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ഒരു 8 വിസിൽ നമുക്ക് അടുപ്പിക്കാം. ഇപ്പം അത് അവിടെ നിന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും പാത്രം അപ്പോൾ നമ്മുടെ നല്ല നാടൻ കള്ളപ്പവും പോർക്കറിയും കൂടെ സെറ്റപ്പായിട്ടുണ്ട് കേട്ടോ. അടിപൊളി അപ്പമാണ്. കണ്ടല്ലേ, സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. കഴിച്ചു നോക്കാം.